ശരി, ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ ബൂമറാങ് പോലെ സംഭവിച്ചിരിക്കുകയാണല്ലോ CPM-ന് വിഴിഞ്ഞം വിഷയം. ഇപ്പോൾ പിണറായി സർക്കാർ തന്നെയാണ് ഇങ്ങനെയൊരു ചർച്ചയുടെ വിവരം ദേശാഭിമാനിക്ക് നൽകിയത് എന്ന രീതിയിൽ VD സതീശൻ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇതിപ്പോൾ കാര്യം വ്യക്തമായിരിക്കുകയാണല്ലോ. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു, സർക്കാരിന് ഇക്കാര്യം അറിയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് പ്രതിപക്ഷത്തായപ്പോൾ നേരെ തിരിഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇപ്പോഴത്തെ സർക്കാർ അദാനിയുമായി കള്ളക്കളി നടത്തുകയാണ്, വിഴിഞ്ഞത്തിൻ്റെ ഓഹരി വിറ്റഴിക്കുകയാണ്, കുത്തക കമ്പനിയെ കൊണ്ടുവരികയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണമെന്നത് വിഴിഞ്ഞം തുറമുമായിട്ട് ബന്ധപ്പെട്ട അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇതുപോലുള്ള വിദേശ കമ്പനികൾ ചർച്ച നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനകത്ത് ഒരു അദാനി ഗ്രൂപ്പിനുള്ള 25% കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് മുമ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇത് ചോദിക്കേണ്ടതാണ്. ഏതാണ്? പെർമിഷൻ ചോദിക്കേണ്ടതാണെന്നുള്ള ഒരു ബേസിക് സാധനം. പിന്നീട് ഇന്നത്തെ പത്രസമ്മേളനം നടത്തി നിമിഷങ്ങൾക്കകം തന്നെ VD സതീശന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നതായിട്ട് കാണാം. ഞാൻ വേണമെങ്കിൽ മഞ്ജുഷിന് അങ്ങോട്ട് അയച്ചു തരാം. 1-ാം തീയതി 1 ജൂണിൽ എക്കണോമിക്സ് ടൈംസിന്റെ infra.com വാർത്ത വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. 3 ജൂൺ 2026 മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത വന്നിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഈ ഭയങ്കര എക്കോ കേൾക്കുന്നു. എക്കോ കേൾക്കുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് തന്നെ അത് ഓക്കെ. അപ്പോൾ മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നു. അതിനും ശേഷം 5-ാം തീയതിയാണ് ദേശാഭിമാനി. പക്ഷേ VD സതീശൻ പറഞ്ഞത് എന്താണ്? ദേശാഭിമാനിയിൽ ആദ്യമേ വാർത്ത വന്നു. ദേശാഭിമാനിയിൽ എന്താണ് വാർത്ത വന്നത്? അതിനുമുമ്പ് നടത്തിയ കോൺക്ലേവിൽ ഈ MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിക്ക് ഇതിനകത്ത് പൈസ മുടക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം 25% കൂടുതൽ ഓഹരികൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി, അത് തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളതല്ല. ഇതേപോലെയുള്ള ഇത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നേരത്തെ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറയുകയുണ്ടായി, വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കുറച്ചു കൊടുത്തതെന്ന്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഷിവാസ് റീഗൽ, ജോണി വാക്കർ അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നതിന് അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ഇതിന്റെ പുറമെ സംസ്ഥാനത്തിന്റെ ഡ്യൂട്ടിയും കൂടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വില ഉയരുന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മദ്യങ്ങളുടെ അത് എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം വാങ്ങിക്കൊണ്ട് ചെയ്താണോ? സെൻട്രൽ എക്സൈസ് അവർ കസ്റ്റംസ് ഡ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്. ഈ 3 ടാക്സേഷൻ കഴിഞ്ഞിട്ടാണ് കേരള ഗവൺമെന്റിന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയത് എന്നുള്ള കാര്യം സതീശന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് സതീശൻ നിയമസഭയിൽ എന്താണ് പറഞ്ഞത്? സതീശൻ പറഞ്ഞത് അതുപോലെ തന്നെ ഓരോ പദ്ധതികളും മുമ്പ് വേണ്ട എന്ന് വെച്ചിരുന്ന PM3 പദ്ധതി ആയിക്കോട്ടെ, വിഴിഞ്ഞത്തേക്ക് വരും. ഡോക്ടർ ബി ജയരാജ്, വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റത്തിന്റെ കാര്യം പിണറായി സർക്കാർ അറിഞ്ഞിട്ടും ഇപ്പോൾ ആ താങ്കൾ മറ്റു മീഡിയകളുടെ കാര്യം പറഞ്ഞു. അങ്ങനെ വന്നാലും അങ്ങനെ ആണെങ്കിൽ പോലും അത് പിണറായി സർക്കാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. ദേശാഭിമാനിയിൽ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യം എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 5 നല്ല കാര്യം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഓഹരി കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അതിനകത്ത് വന്നു. അന്ന് അദാനി പോർട്സ് ഒന്നും ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടില്ല കേട്ടോ. അത് പിന്നീട് ജൂൺ 30 വിശദീകരണം നൽകുകയും ജൂലൈ 1 പത്രങ്ങളിൽ വരികയുമാണ് ചെയ്തത്. ഈ ജൂൺ 5 ദേശാഭിമാനിയിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ വരുന്നു. അപ്പോൾ അതിന്റെ സോഴ്സ് സംസ്ഥാന സർക്കാരാണ്. അവിടെ സതീശൻ പറഞ്ഞതിൽ ഒരു കുഴപ്പം സംഭവിച്ചു. ദേശാഭിമാനിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന്. ദേശാഭിമാനിയിൽ മാത്രമല്ല, ജൂൺ 3 തന്നെ മാതൃഭൂമിയിൽ വന്നിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ ഇംഗ്ലീഷ് മാധ്യമത്തിലും വന്നിരുന്നു. അപ്പോൾ ഇത് എക്കണോമിക് ടൈംസിൽ വന്നിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അവിടെ സതീശൻ പറഞ്ഞതിലൊരു പിശക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദേശാഭിമാനിയിൽ വാർത്ത വന്നുവല്ലോ. അത് കൂടാതെ ജൂലൈ 1 വന്ന വാർത്തയിൽ ഇത് പിണറായി സർക്കാരിന് നേട്ടമെന്ന് പോലും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ട് പിന്നെ ഈ സർക്കാരിന് തലയിൽ കെട്ടിവെച്ചു. അത് തെളിഞ്ഞിരിക്കുകയാണ് ഇക്കാര്യം. ഇത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരമല്ലേ? ഒന്നാമത്തെ കാര്യം, ആദ്യമേ എക്കണോമിക്സ് ടൈംസിനകത്ത് വാർത്ത വന്നു, അതിനുശേഷം മാതൃഭൂമിയിൽ വാർത്ത വന്നു. ദേശാഭിമാനിയിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് അത് മാത്രം എന്തിനാ ചൂണ്ടിക്കാണിക്കേണ്ടെന്ന കാര്യം അവിടത്തെയല്ലേ? കൃത്യമായിട്ട് അവിടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വരുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു.
അതൊക്കെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ് ശ്രീ ഡോക്ടർ ബി ജയരാജ്. അപ്പോൾ അത് സർക്കാർ സോഴ്സ് തന്നെയാണ്. ഇതിനകത്തുള്ള ചോദ്യം എന്താണ്? അല്ല, മറ്റൊരു കാര്യമുണ്ട്. എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു ദേശാഭിമാനിയിൽ പാർട്ടിയുടെ ശ്രദ്ധ കൂടുതലായി പതിപ്പിക്കേണ്ടി വരുമെന്ന് പോലും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടി വരുമെന്ന്. മഞ്ജുഷ, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു മിനിറ്റ് എനിക്ക് സമയം തരാമോ? ഇതിനകത്തുള്ള ചോദ്യം എന്താണ്? കേരള സർക്കാർ അറിയാതെ 25 കൂടുതൽ ശതമാനം ഓഹരികൾ വിറ്റഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എങ്കിൽ പിന്നെ മംഗലാപുരം യാത്ര എന്തിനായിരുന്നു? ഈ 25 ലക്ഷം രൂപ മുടക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനായിരുന്നു? വി ഡി സതീശന് ആർജം ഉണ്ടെങ്കിൽ അത് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് പറയട്ടായിരുന്നേ, എങ്കിൽ അംഗീകരിക്കാമായിരുന്നു. വി ഡി സതീശൻ ഇത്രമാത്രം ക്ലീൻ ഇമേജ് ഉള്ള ആളായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം അത് പറയണമായിരുന്നു. എന്തിനാണ് ഞാൻ ഇപ്പോഴും മംഗലാപുരം യാത്രയാണ് കേട്ടോ. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി കളങ്കമായിട്ട് നിൽക്കുന്നത് ഈ വിഴിഞ്ഞം വിഷയത്തിൽ. അത് അദാനിയുമായിട്ട് എന്തോ ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അദാനിയുടെ പ്രതിനിധിയെ കാണാൻ പോയതാണ് എന്ന രീതിയിൽ ഇപ്പോഴും ഇന്ന് എം വി ഗോവിന്ദൻ ഇക്കാര്യം പറയുകയാണ്. ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയെന്ന് ഒത്തുചേരലുകൾ, സംഘപരിവാറുമായിട്ടുള്ള ഒത്തുചേരലുകൾ, കേന്ദ്രത്തിന് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് കേന്ദ്രവുമായിട്ട് കേന്ദ്ര സർക്കാരുമായി ഉടക്കുന്നില്ല എന്ന് പറയുന്ന സ്റ്റാൻഡ്, അഴകുഴമ്പൻ സമീപനം, എന്തൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു? ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് ആരാണ് ഇവിടെ ഡീൽ നടത്തുന്നത്? എല്ലാവരും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാമാണ് ഡീലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ 3 സർവകലാശാലകൾ. ഡോക്ടർ ബി ജയരാജ്, അതിലേക്കല്ല, ഈ വിഴിഞ്ഞം വിഷയത്തിൽ പിണറായി സർക്കാരിന് ഇക്കാര്യം അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഈ മംഗലാപുരം യാത്രയാണ്. അതെടുത്ത് ഉന്നയിക്കുവാനാണ് ഇന്ന് എം വി ഗോവിന്ദനും സമയം കണ്ടെത്തിയത്. പക്ഷെ പിണറായി സർക്കാരിന് ഇത് അറിയാമായിരുന്നു എന്നേ. ഇങ്ങനെ ചർച്ച നടക്കുന്ന കാര്യം അറിയാമായിരുന്നു. ഓഹരി കൈമാറ്റത്തെ കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് മഞ്ജുഷ ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് 25% കൂടുതൽ ഓഹരി കേരള സർക്കാർ അറിയാതെ വിറ്റഴിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അത് കേരള സർക്കാരിനെ അറിയിച്ചിട്ടില്ല. കാണിക്കുന്നത് അല്ലാതെ MSC കമ്പനി ഇവിടെ വരുന്നതിനോ ടെർമിനൽ കൊടുക്കുന്നതിനോ ഒന്നും ആരും എതിരല്ല. ആരും അതിനെതിരല്ല. പക്ഷെ അത് അതൃപ്തി രേഖപ്പെടുത്തുകയാണോ ചെയ്യേണ്ടുന്നത്? അങ്ങനെ ഒരു കൈമാറ്റത്തിനുള്ള ഡീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൃപ്തി കൈമാറുക മാത്രമാണോ ചെയ്യേണ്ടുന്നത്? ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിർത്തി രേഖപ്പെടുത്തിയതാണോ പ്രശ്നം? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഓഹരി കൈമാറിയത്? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കേണ്ട എല്ലാ നോർമൽ പ്രൊസീജിയറും ഇവിടെ എടുത്തിരിക്കുകയല്ലേ? ഇവിടെ എഗ്രിമെന്റ് പ്രകാരമുള്ള സർക്കാർ തീരുമാനിക്കുന്ന രീതി, അല്ലെ സർക്കാരിനെ അറിയിച്ചുകൊണ്ട് മാത്രമേ വിഴിഞ്ഞത്തെ ഈ പറയുന്ന ഓഹരി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം ഇവിടെ നിൽക്കുകയാണ്, കരാർ ഇവിടെ നിൽക്കുകയാണ്. ആ കരാറിനെ മറികടന്നുകൊണ്ട് എവിടെയാണ് ഈ ഓഹരി കൈമാറിയിട്ടുള്ളത്? നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോപിക്കുന്ന ആരോപണമാണല്ലോ ഓഹരി കൈമാറ്റം ചെയ്തു. എവിടെയാണ് ഓഹരി കൈമാറ്റം ചെയ്തത്? അല്ലല്ല, പത്രസമ്മേളനത്തെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറയട്ടെ, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇത് എന്റെ സമയമല്ലേ? എന്റെ സമയത്തല്ലേ താങ്കൾ എന്നോടല്ലേ ചോദ്യത്തിന് താങ്കളല്ലല്ലോ ഉത്തരം പറയുന്നത്. അല്ല ഡോക്ടർ ജയരാജ്, എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. താങ്കൾ സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏത് ഓഹരിയാണ് കൈമാറിയത്? വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് ഓഹരി അദാനി ഗ്രൂപ്പ് ആർക്ക് കൈമാറി, എപ്പോൾ കൈമാറി? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസ് താങ്കളുടെ കയ്യിലുണ്ടോ? ഓഹരി എങ്ങും കൈമാറിയിട്ടില്ല. കേരള സർക്കാരിനെ എന്തിനാണ് ഇങ്ങനെ മുൻനിരയിൽ നിർത്തുന്ന രീതിയിലേക്ക് താങ്കൾ ഇങ്ങനെ ആരോപണങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പോലും അംഗീകരിക്കുന്നില്ലല്ലോ. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരുടെ പത്രമാണ്? CPM-ന്റെ പത്രമാണല്ലോ. മറ്റു പത്രങ്ങളെല്ലാം വിട്ടേക്കുക താങ്കൾ. ദേശാഭിമാനി പത്രം ജൂൺ 5-ാം തീയതി ഇറക്കിയ അതിനകത്ത് വന്നിരുന്ന വാർത്തയല്ലേ പറഞ്ഞിരിക്കുന്നത്? അന്ന് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ MD-യെ പോലും അന്ന് വെച്ചിട്ടില്ല. അന്ന് നിലവിലുള്ളത് CPM ഗവൺമെൻറ്, LDF ഗവൺമെൻറ് വെച്ച് MD ആണ് ഇരിക്കുന്നത്. ആ MD ഇരിക്കുമ്പോഴാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MSC പോലെയുള്ള കമ്പനി വലിയ നിക്ഷേപത്തിലേക്ക് വരുന്നു, ഇത്രയും വലിയ സംഭവം അവിടെ നടക്കുന്നു, അത് ഞങ്ങളുടെ കഴിവാണ് എന്ന് എഴുതുന്ന ഒരു പത്രം. ആ പത്രത്തിന് സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പഴയ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടല്ലേ, അല്ലെങ്കിൽ MD-യുമായി ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നത് ആരെ കളിയാക്കുന്ന രീതിയിലേക്കാണ്? നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്നല്ല, ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളാണ് അദാനിയെ തഴുകിയതും പുലർന്നതും എല്ലാം. ഏത് പാർട്ടി ഓഫീസാണ് അദാനി സന്ദർശിച്ചത്? ഈ പറയുന്ന 2015 ഡിസംബർ 6-ാം തീയതി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് അദാനി സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിലാണ് സന്ദർശിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അതാ മുന്നോട്ട് പോയത്. ഈ പറയുന്ന 40 വർഷത്തേക്കുള്ള കരാർ 45 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ആരാണ്? CPM അല്ലേ? ഈ പറയുന്ന എനിക്ക് മുമ്പ് സാർ സംസാരിച്ച പോലെ തന്നെ ഈ പറയുന്ന 2000 പറയട്ടെ
പറയട്ടെ 90 വർഷത്തേക്കുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അല്ലല്ല 40 90 വർഷം വർഷത്തേക്കുള്ള 40 വർഷത്തിന്റെ ഈ വരുമാനം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് 45 വർഷത്തേക്ക് ആക്കി കൊടുത്തത് നിങ്ങളാണ് സാർ. രണ്ടാമത് ഞാൻ പറയട്ടെ, സാർ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴേ അങ്ങനെ ഇടപെട്ടോ? ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ നിങ്ങൾ ഈ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഒന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത്? ഈ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ 2019 പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയബന്ധിതമായി അവർ പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ഈ പറഞ്ഞ വിസിലല്ലേ അവർക്കെതിരെ കേസ് കൊടുത്തത്? എത്ര കോടി രൂപയുടെ 980 കോടി രൂപയുടെ കേസ് കൊടുത്തു. ആ കേസ് വേണ്ട എന്ന് വെച്ചത് കേരള സർക്കാരല്ലേ? ആർക്ക് വേണ്ടിയാണ്? അദാനിക്ക് വേണ്ടിയല്ലേ മാറ്റിവെച്ചത്? അതൊക്കെ എന്താണ് ജനങ്ങൾ കാണുന്നതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അദാനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തികളാണ് ഇതൊക്കെ. എന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായ ഗവൺമെൻറ് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി 24 മണിക്കൂർ, അതായത് ദേശാഭിമാനി പത്രം അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോഴാണ് CPM ഇറങ്ങുന്നത് അങ്കച്ചട്ടയൊക്കെ മുറുക്കിക്കൊണ്ട്. ആരെയാണ് കളിയാക്കുന്നത് നിങ്ങൾ? ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇതിൽ രണ്ടു പേർക്കും LDFനും UDFനും ഒരേ നിലപാടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അതിൽ CPM ആകട്ടെ അധികാരത്തിലിരുന്നപ്പോൾ അദാനി വേണം എന്നുള്ള നിലപാടിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് ഭീമൻ എന്ന രീതിയിലേക്ക് മാറി. UDFിൻ്റെ നിലപാട് ഇപ്പോൾ അദാനിയോട് ഒരു പ്രശ്നവുമില്ല, ഈ ഓഹരി കൈമാറ്റമെങ്കിൽ ഓഹരി കൈമാറ്റം, അതിലേക്ക് തന്നെ പോകാം എന്നതിലേക്ക് തന്നെ വരികയും ചെയ്യും. അതിൻ്റെ സർക്കാർ അറിഞ്ഞുകൊണ്ട് വേണം എന്നത് മാത്രമാണ്. ഇത് രണ്ടുപേരും പറ്റിക്കുന്ന കാര്യം തന്നെയാണല്ലോ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇത് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അമിതമായ താല്പര്യം കാണിച്ച് വെട്ടിലായിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ വന്നിരിക്കുന്നത്. ഒന്ന് CPMനെതിരെ, രണ്ട് KC വേണുഗോപാലിനെതിരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.